സ്വാഗതം വാർത്താ മലയാളം ന്യൂസിലേക്ക്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷിക്കാവുന്ന, അതിലേറെ അഭിമാനിക്കാവുന്ന സുന്ദര സുദിനം. കാരണം AKCCയുടെ 107ാം ജന്മദിന ആഘോഷത്തിനാണ്, പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്കാണ് ഇന്ന് ഈ ദേവാലയം സാക്ഷ്യം വഹിക്കുന്നത്. സാഹോദര്യത്തിന്റെ സമഭാവനയും കഠിനാധ്വാനത്തിന്റെ നൂറുമേനിയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഒളിമങ്ങാത്ത ഗ്രാമവിശുദ്ധിയും തുടങ്ങിയ ഈ കൊഴുവനാളിൽ ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ, ഈ നയനമനോഹരമായ ആഘോഷങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുമ്പോൾ, ഇതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അതിലേക്ക് എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് ഇവിടുത്തെ ജനങ്ങളെ. പാലാരൂപതയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ധാരാളം ആളുകൾ ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ചേർന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പാലാരൂപതയുടെ പ്രിയങ്കരനായ മേലധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമ്മുടെ ആദരണീയനായ, നാം ശ്രമിക്കുന്ന നമ്മുടെ രൂപതാധ്യക്ഷൻ ജോസഫ് കളരങ്ങാട്ട് പിതാവ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. നമുക്ക് ഇവരുടെ പ്രതികരണം കൂടി ഈ അവസരത്തിൽ തേടേണ്ടതുണ്ട്. അതിലേക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അരുവിത്ര ഫൊറാനയിൽ വന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ അരുവിത്ര ഫൊറാനക്കാരാണ്. അരുവിത്ര ഫൊറാന തിടനാട് ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇടവക വെച്ചായിരുന്നു നടത്തിയിരുന്ന തിടനാട് ഇടവകയിൽ 1500ഓളം പേര് പങ്കെടുത്ത ഒരു ബഹുജന റാലി തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുരിശുപള്ളിയിൽ നിന്ന് തിടനാട് ടൗണിലേക്ക്. ഇത് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന മുൻ ഇരുന്ന കൊച്ചച്ചനാണ്. കൊച്ചച്ചൻ ഇപ്പോൾ ചേർപ്പങ്കൽ ഇടവകയിലാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു 10 തിടനാട് ഇടവകയിൽ തന്നെ 10-30ഓളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളിത് എല്ലാ വർഷവും എല്ലാ നടത്തുന്ന എല്ലാ പ്രദേശത്തും ഞങ്ങൾ പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛയിൽ ഇരുന്നുകൊണ്ട് എന്താ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൂടുന്നത്, സംബന്ധിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ തിടനാട് ഇടവകയിലായിരുന്നു. അവിടെ നല്ല സജീവമാണ് നമ്മുടെ AKCC. ഇതുപോലെ സജീവമായിട്ട് എല്ലാ ഇടവകയിലും, നമ്മുടെ രൂപത്തിലുള്ള എല്ലാ ഇടവകയിലും ഇതുപോലെ സജീവമാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ AKCC നമുക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വരം മുന്നോട്ട് വരട്ടെ, ഇവരിൽ നിന്നൊക്കെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരാൻ വേണ്ടി ഇവർക്ക് ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. താങ്ക് യു. സിന്ദാബാദ് 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 AKCC സിന്ദാബാദ് സിന്ദാബാദ് ജന്മദിനം സിന്ദാബാദ്. AKCCയുടെ 107ാം ജന്മദിനം പ്രൗഢഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നോടൊപ്പം ചേരുകയാണ് വർഗീസ് ഞാറക്കുന്നലച്ചൻ. അച്ഛാ, നമുക്കറിയാം ഇന്ന് AKCCയുടെ 107ാം ജന്മദിനമാണ് ഇവിടെ കൊണ്ടാടുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഉത്സവമാക്കി തന്നെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളെ അച്ഛൻ എങ്ങനെ വിലയിരുത്തുകയാണ്? കത്തോലിക്ക കോൺഗ്രസിന്റെ 107ാം ജന്മദിനമാണ്. 107ാം ജന്മദിനത്തിൽ പൂർവാധിക ശക്തിയോടെ കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമുദായത്തിന്റെ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് ഈ അവബോധം കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങൾക്ക് നല്ലവണ്ണം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ സമ്മേളനം ഉപകരിക്കും. ഇവിടെ കൊഴുവനാൽ എഫ്എംസിയാൻസ് ചർച്ചിൽ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഉടനെ തന്നെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. എല്ലാ വർഷവും കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മദിന സമ്മേളനം ആഘോഷമായിട്ട് കൊണ്ടാടാറുണ്ട്. ഈ വർഷം ഈ ജന്മദിനത്തിൽ ഒരു കർമ്മസേന കൂടി രൂപീകരിക്കുകയാണ്. ഈ കർമ്മസേനയുടെ ഉദ്ദേശ്യം സഭയുടെ ആവശ്യങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ സഭയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. സഭയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ, തെറ്റിദ്ധാരണകളെ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ചിന്തകളെല്ലാം എതിർക്കുവാനും അതിജീവിക്കുവാനും ശക്തമായ നിലയിൽ ഒരു കർമ്മസേന വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അതായത് സഭയോടും ദേവാലയത്തോടും ഒക്കെയുള്ള അടുപ്പമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇത് സഹായമാകുന്നു. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസിന്റെ ലക്ഷ്യം ക്രൈസ്തവ വിശ്വാസത്തിൽ, അതായത് ദൈവസ്നേഹത്തിൽ, പരസ്നേഹത്തിൽ നമ്മൾ വളർന്നു വരികയും
അത് ഈ സമുദായത്തിനും സമൂഹത്തിനും ഒരു നന്മയായി തീരുകയും ചെയ്യുക എന്നതാണ്. ഇക്കാര്യം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങൾ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു സംഗമത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിച്ചത്. ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ, അതുപോലെ തന്നെ നല്ല ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യുവാൻ പാലാ രൂപതയ്ക്ക് കഴിയട്ടെ. ഇത് കൊഴുവനാൽ പള്ളിയുടെ മുമ്പിൽ നിന്നും വാർത്താമലയാളം ന്യൂസിനു വേണ്ടി റൺസ്വേജോ. കൂടുതൽ വാർത്തകൾക്കായി വാർത്താമലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.